ഇതുവരെ ബാത്റൂമിൽ പോയിട്ടില്ല. മോള് മറ്റേ ബാത്റൂമിൽ പോ. നമ്മുടെ പൊന്നും മോളല്ലേ, അമ്മ എത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ടതാ. ചേട്ടാ ചായ. ഞാനിവിടെ വെച്ചിരുന്നാണല്ലോ. ഞാനറിയാതെ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോർത്തെടുക്കല്ലെന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ല. വാടാ വാടാ വെച്ച് 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 വാടാ വാടാ വാടാ. എടാ കൊല്ലട കുല്ല അതോട് കേറി കേറി എന്നോട് നെല്ല് നിൽക്കുന്നത് വന്ന് 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 വെച്ച് ഇവിടെ വെച്ചോ. പബ്ജി 1 കിലോ. അയ്യോ പഞ്ചസാര എടുത്തോ. സവാള 1 കിലോ കൂടി. സവാള ഇല്ല ഉണ്ടല്ലോ. സവാള ഇല്ല. ഗുണ്ട ജയൻ അല്ലേ? അല്ല സാറേ, ജയൻ. അതെന്താടാ, ഗുണ്ടായിസൊന്നും ഇല്ലേ? എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ? കുഴപ്പമില്ല സാറേ. പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോടാ? എന്താ സാറേ? അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവൻ കുറച്ച് ഉടായ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറേ, അതവൻ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ പണ്ടേ വിട്ടു. വർഗീസ് സാറിന് അറിയാം. ഞാനിപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ ഒരുപാട് നാളായി. ഒരു കാര്യം ചെയ്യ്, നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ. സാറേ, നാളെ എന്നെ ഒഴിവാക്കി തരാം. എന്താ, ഞാൻ നിന്റെ സൗകര്യം നോക്കണു? അല്ല സാറേ, എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പാണ് നാളെ. പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു. വർഗീസേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ചേട്ടാ ബാലൻസ്. അപ്പോൾ നിനക്ക് സവാള വേണ്ടേ? വേണം, തരൂ. ഹായ് അഞ്ജന. ഹലോ, കേൾക്കുന്നുണ്ടോ? ചടങ്ങുകൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ. ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാ. വിഷമായോ? ഇല്ല. ഓക്കെ ഓക്കെ. എന്താ അഞ്ജനൊന്നും മിണ്ടാത്തെ? അന്ന് പെണ്ണാണം വന്നൊന്നും മിണ്ടിയില്ല, ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. നാണക്കാരിയാണല്ലേ? ശരി ശരി. അപ്പോൾ ചടങ്ങുകളൊക്കെ വന്നിട്ട് നടക്കട്ടെ. കല്യാണത്തിന് അടിച്ചു പൊളിക്കാം. ഓക്കെ, ശരി, ബൈ. എന്തേലും പറ. എന്താ മിണ്ടാഞ്ഞേ? പട്ടാളത്തിലായിരുന്നല്ലേ? കേണലാ. പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അല്ലേ അഞ്ജുവിനെ? അതിപ്പോ എന്താ എങ്ങനെയൊന്നും സന്ദീപ് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. ചേച്ചി ഇതൊക്കെ ഒപ്പം ചോദിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതൊക്കെ ഇപ്പം തന്നെ ചോദിച്ചുറപ്പിക്കണം. കെട്ടിയിട്ട് അവനുള്ള ഒട്ടിച്ച് പോയാലേ ആ തള്ള കൊല്ലാകല ചെയ്യും. നോക്കടേ അവരുടെ മോന്താണ്ട അറിയാം. അമ്മേ, ഒരു അലുവ കഷ്ണം എടുത്ത് കഴിക്ക്. മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇല്ലാത്ത അസുഖമൊന്നും ഇല്ല. എങ്ങനുണ്ട് അഞ്ജു? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കാര്യങ്ങൾ ഇത്ര പെട്ടെന്നായോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണേ. ഇല്ല ശരിയേട്ടാ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ജയ, നിനക്കൊന്നും തോന്നരുത്. കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്ത് പരിപാടി ശരിയേട്ടാ? ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുക. എനിക്കും ലീലൊക്കെ അവിടെ പോയി നിൽക്കണം.
ജയ ഞാൻ അങ്ങോട്ട് വരാം. അതെ, ശ്രീധരത്തിന്റെ കാര്യമൊക്കെ എൻ്റെ അളിയ അത് ഞാൻ സംസാരിച്ചോളാം. ആ അതെ, ചെക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ, ദുബായ്. അതിന് അപ്പോ നമുക്ക് അതുപോലെ കിട്ടണം. അല്ല, ആരൊന്നും മിണ്ടിക്കണ്ടില്ല, അതുകൊണ്ടാ. അതെ, നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ പ്രൗഢിയില്ലേ? എന്തേ? നല്ല പഠിപ്പുള്ള പെങ്കോച്ച. ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നടത്താൻ നോക്കാം. അറിയാലോ, അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ. എനിക്ക് അമ്മേനെ അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. എന്നാടി നീ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാഞ്ഞ? എന്നാ ചേച്ചി? നീയും കണ്ടതല്ലേടി, അവര് വന്നു പോയിട്ട് ഇവളാരോട് ഒരു അക്ഷരം മിണ്ടാതെ ഇരിപ്പ. എനിക്ക് കല്യാണം വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ല ഞാൻ ജീവിക്കണ്ടേ. എന്റെ അഞ്ജു, എന്താ നീ പറയണേ? എനിക്ക് പഠിക്കണം. പഠിക്കണമെന്നോ? നീ പഠിച്ചത്രയൊക്കെ മതി. എടി, കുറച്ച് ദിവസമായി ഇവളീ മോന്തയും വീർപ്പിച്ചിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത്. നിന്റെ ഈ കുനുകുനാന്ന് ഫോൺ വിളി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, ആ വെള്ളം വാങ്ങി വെച്ചാ മതി. എനിക്ക് അയാളത്ര ഇഷ്ടമൊന്നും ആയില്ല. ഉവ്വ, പത്രികയും മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട്. എടി, നിന്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാനും കെട്ടിയത്. എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ? അയ്യോ, ഞാനും അങ്ങനെയല്ലയോ ചേച്ചി. ദാണ്ടേ എന്നെ കൈവെള്ളയിലിട്ട കേണൽ കൊണ്ട് നടക്കുന്നേ. അറിയാ പൊടി നിനക്ക്. ജയനിപ്പോ വരും, നീ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ആ പറയടി. ചേനോട് പറഞ്ഞാന്നല്ല, ചേനായിരിക്കും. എന്താടി ഉദ്ദേശം? അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു. നിന്നെ വളർത്തി ഇത്ര ആക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാനും എനിക്കറിയാം. ചേട്ടാ മതി, പോട്ടെ. എന്താടി അഞ്ജു? ചേട്ടാ, അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക്? നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം. തൽക്കാലം വേണ്ട. ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്ന്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും. ഒരു അയൽവക്കാരനായിട്ടല്ല, വീട്ടുകാരനായിട്ട്. ശരി കേട്ടോ.